ഇവിടെ ഒരു പക്ഷി മുട്ടകളെല്ലാം ഇട്ട് തന്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനായി ഒരു ഭാഗത്തേക്ക് വെച്ചു. ആ മുട്ട ഒരു തോട്ടിലേക്ക് വീണ് പുഴയിലൂടെ ഒഴുകി മറ്റൊരു കാട്ടിലേക്ക് എത്തി. അവിടെ രണ്ട് ചെറിയ മനുഷ്യരുണ്ടായിരുന്നു. ആ ചെറിയ ജീവികൾ ആ മുട്ട കണ്ടു. അത് അവരുടെ മുന്നിലേക്ക് ഒഴുകിയെത്തി. അവരെക്കാൾ വളരെ വലുതായിരുന്നു ആ മുട്ട. ആ മുട്ട വിരിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞിക്കിളി പുറത്തേക്ക് വന്നു. കുഞ്ഞിക്കിളിയെ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വളരെയധികം സന്തോഷമായി. കുഞ്ഞിക്കിളി അവിടെ നിർത്തിയിട്ട് അതിൽ നിന്നും തടിച്ച ജീവി അതിനെ ഭക്ഷണത്തിനായി അവിടെ നിന്നും പോയി. ഭക്ഷണം തിരഞ്ഞു പോയപ്പോൾ അതിനൊരു ചെറിയ കുഞ്ഞുപുഴുവിനെ കണ്ടിട്ടും കുഞ്ഞിക്കിളി അനങ്ങാത്തത് കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന മെലിഞ്ഞ ജീവി അതിനെ പോയി തോണ്ടി വിളിച്ച്. അപ്പോൾ കുഞ്ഞിക്കിളി അനങ്ങാതെയിരുന്നു. അപ്പോൾ മെലിഞ്ഞ ജീവി നോക്കിയപ്പോൾ കുഞ്ഞിക്കിളിയുടെ കാലിൽ ഒരു വേര് തടഞ്ഞിരിക്കുന്നു. അത് കണ്ട് ആ മെലിഞ്ഞ ജീവി ആ വേരെല്ലാം മാറ്റിക്കൊടുത്തു. വേര് മാറ്റിക്കൊടുത്ത ഉടൻ തന്നെ കുഞ്ഞിക്കിളി ഓടിപ്പോയി പുഴുവിനെ തിന്നാനായി ഓടി. അവിടെ മറിഞ്ഞു വീണു. ഇത് കണ്ട് ആ രണ്ട് ജീവികളും പൊട്ടിച്ചിരിച്ചു. കുഞ്ഞിക്കിളി വേഗം ചെന്ന് പുഴുവിനെ തിന്നു. അപ്പോഴാണ് അവർക്കൊരു ബുദ്ധി തോന്നിയത്. ആ വെള്ളത്തിലേക്ക് നോക്കി. കുഞ്ഞിക്കിളിയുടെ ഫാമിലിയെ കണ്ടുപിടിക്കാനായി അവർ 3 പേരും കൂടി ആ വെള്ളത്തിലൂടെ തുഴഞ്ഞു പോയി. കുഞ്ഞിക്കിളി ആ വെള്ളത്തിൽ നീന്തി പോയി. അങ്ങനെ അവർ സാഹസികമായ വേരുകളും മരത്തിൻ തടികളുമെല്ലാം ചാടിക്കടന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ഗുഹയിലേക്ക് കുഞ്ഞിക്കിളി ആ 2 ജീവികളെ തള്ളിയിട്ടു. അവർ 3 പേരും ആ ഗുഹയിൽ അകപ്പെട്ടു. ആ 2 ജീവികൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വലിയ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാനായി കഴിഞ്ഞില്ല. അവസാനം മെലിഞ്ഞ ജീവി അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റി കുടിച്ച് ഭരിച്ചപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഒരുപാട് വരാനായി തുടങ്ങി. അത് പിടിച്ചു വെച്ചാൽ നോക്കിയപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പല ഭാഗത്തു നിന്നും വെള്ളം വന്ന് ആ ഗുഹ മുഴുവനായി നിറയാൻ തുടങ്ങി. അങ്ങനെ അവർ 2 പേരും ഓടി വന്ന് കുഞ്ഞിക്കിളിയുടെ മുകളിലേക്ക് കയറിയിരുന്നു. വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് അവർ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടന്നു. പുറത്തെത്തിയപ്പോൾ അവിടെ കുഞ്ഞിക്കിളിയുടെ ഫാമിലി ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ഇവർക്ക് 2 ജീവികൾക്കും വളരെയധികം സന്തോഷമായി. കുഞ്ഞിക്കിളി അവരുടെ യാത്ര പറഞ്ഞ് അവൻ്റെ ഫാമിലിയുടെ കൂടെ പോയി. പിന്നീട് കാട്ടിൽ അവർ 2 പേരും വീണ്ടും തനിച്ചായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും പഴയ പോലെ 3 മുട്ടകൾ വന്ന് കിടക്കുന്നു. അത് കണ്ട് അവർക്ക് വീണ്ടും വളരെ സന്തോഷമായി.